സമ്മേറ്റീവ് അസസ്മെന്റ് 2025-26 സെക്കൻഡ് സമ്മേറ്റീവ് അസസ്മെന്റ് 5ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റീഡിംഗ് കോംപ്രഹെൻഷൻ. താഴെ ഒരു പോയം കൊടുത്തിട്ടുണ്ട്. ആ പോയം വായിക്കുക. വൃത്തിയായി വായിച്ചിട്ട് താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ടിംഗ്ലിംഗ് ഡ്രീംസ്. ഫസ്റ്റ് വൺ, വെൻ ഐ ഗേസ് അറ്റ് ദ സ്റ്റാർസ് സോ ബ്രൈറ്റ്. ഞാൻ നോക്കുമ്പോൾ സ്റ്റാർസ് എന്താണ്, നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കുകയാണ് അല്ലേ. ദ സ്പാർക്കിൾ സോഫ്റ്റ്ലി ത്രൂ ദ നൈറ്റ്. എന്താണ്, രാത്രി നന്നായി എന്ത് ചെയ്യും, തിളങ്ങും. സം ഷൈൻ ലൈക്ക് ലാംപ്സ് അറ്റ് ദ ഏഞ്ചൽസ് ഹോൾഡ്. ചിലത് എങ്ങനെ തിളങ്ങുന്നത്, ഏഞ്ചൽസ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ലാമ്പ് പോലെയാണ് ചിലത് തിളങ്ങുന്നത്. സം ഗ്ലോ ലൈക്ക് കോയിൻസ് ഓഫ് ഷൈനിങ് ഗോൾഡ്. ചിലത് എങ്ങനെയാണ്, ഗോൾഡ് പോലെയാണ് എന്ത് ചെയ്യുന്നത്, തിളങ്ങുന്നത്. ഐ വിഷ് ഐ കുഡ് ഫ്ലൈ സോ ഹൈ. എനിക്ക് തോന്നുന്നത്, എനിക്ക് ആഗ്രഹമുണ്ട് എന്ത്, മോളിക്കൂടെ ഇങ്ങനെ പറക്കണം എന്നുള്ളത് അല്ലേ. ആൻഡ് ടച്ച് എ സ്റ്റാർ അപ്പ് ഇൻ ദ സ്കൈ. മുകളിലുള്ള സ്കൈയിലുള്ള സ്റ്റാറിനെ ടച്ച് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ടിൽ ദാറ്റ് ഡ്രീംസ് ക്യാൻ കം ടു മീ ഐ വിൽ വാച്ച് ദം ടിങ്കിൾ ബ്രൈറ്റ്. ഞാൻ എൻ്റെ ആ ഡ്രീം വരുന്നവരെ ഞാൻ എന്ത് ചെയ്യും, ഡ്രീം സാധിക്കുന്നവരെ ഞാൻ ഇങ്ങനെ ഈ ടിങ്കിൾ ബ്രൈറ്റ് നോക്കിക്കൊണ്ട് ഇരിക്കും, വാച്ച് ചെയ്തിട്ടിരിക്കും എന്നാണ് പറയുന്നത്. ദിസ് പോയം ഈസ് അബൌട്ട്. ഈ പോയം എന്തിനെ കുറിച്ചുള്ളതാണ്, എന്തിനെ കുറിച്ചുള്ളതാണ്? ദ നൈറ്റ്, ദ സ്റ്റാർ, ദ ഏഞ്ചൽ, ദ ഗോൾഡ്. ഏതാ മക്കളെ, സ്റ്റാറിനെ കുറിച്ചുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ചൈൽഡ് ഡ്രീം ഫോർ. എന്താണ് കുട്ടിയുടെ ഡ്രീം, എന്താണ്? കളക്ടിങ് ദ സ്റ്റാർസ് ഇൻ എ ജാർ. ജാറിൽ സ്റ്റാർസിനെ കളക്ട് ചെയ്യുക എന്നുള്ളതാണോ? സ്ലീപ്പിംഗ് എമംഗ് ദ ക്ലൗഡ്സ്. ക്ലൗഡിന്റെ മേലെ കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണോ? ഫ്ലൈയിങ് ഹൈ ആൻഡ് ടച്ചിങ് എ സ്റ്റാർ. ഉയർത്തി പറന്നിട്ട് എന്താണ്, സ്റ്റാറിനെ ടച്ച് ചെയ്യുക എന്നുള്ളതാണോ? ഏതാണ്? സി ആണ് അല്ലേ, ഫ്ലൈയിങ് ഹൈ ആൻഡ് ടച്ചിങ് എ സ്റ്റാർ. മൂന്നാമത്തത്, ദ വേർഡ് ടിങ്കിൾ മീൻസ്. എന്താണ് ഈ ടിങ്കിൾ എന്നുള്ളതിന്റെ ഉദ്ദേശിക്കുന്നത്? ടു ഷൈൻ സോഫ്റ്റ്ലി അല്ലേ, നന്നായി തിളങ്ങുക എന്നുള്ള മീനിങ് ആണ് അല്ലേ, ഷൈൻ. നാലാമത്തെ, വിച്ച് ഇസ് നോട്ട് എ റൈമിംഗ് പെയർ. ഇതിനകത്ത് താഴെ കൊടുത്തിരിക്കുന്ന റൈമിംഗ് പെയർ അല്ലാത്ത ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ബ്രൈറ്റ് നൈറ്റ്. ബ്രൈറ്റ് നൈറ്റ് അത് റൈമിംഗ് വേർഡ് ആണ്. ഹോൾഡ് ഗോൾഡ് റൈമിംഗ് വേർഡ് ആണ്. ഹൈ സ്കൈ റൈമിംഗ് വേർഡ് ആണ്. അത് ഒരുപോലെയല്ല, ലാസ്റ്റ് തന്നെ കണ്ടോ, ഹോൾഡ് ഗോൾഡ്, ഹൈ സ്കൈ, ബ്രൈറ്റ് നൈറ്റ്. ഇതിനകത്ത് അല്ലാത്ത ഏതാണ്? സ്റ്റാർസ് ടിങ്കിൾ അല്ലേ, അതാണ് റൈമിംഗ് വേർഡ് അല്ലാത്തത്. ഹൗ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ദ സ്റ്റാർസ് ഇൻ ദ പോയം. ഈ പോയത്തിൽ എങ്ങനെയാണ് ഈ പോയറ്റ് സ്റ്റാറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? എങ്ങനെയാണ് തന്നിരിക്കുന്നത് നോക്കൂ. എന്താണ്? സം ഷൈൻ ലൈക്ക് എ ലാംപ്സ് ദ ഏഞ്ചൽ ഹോൾഡ്, സം ഗ്ലോ ലൈക്ക് എ കോയിൻസ് ഓഫ് ഷൈനിങ് ഗോൾഡ് അല്ലേ. ദ സ്റ്റാർസ് അല്ല, അതല്ല. എങ്ങനെയാണ്? ദ സ്പാർക്കിൾ സോഫ്റ്റ്ലി ത്രൂ നൈറ്റ്. ദ സ്റ്റാർസ് സ്പാർക്കിൾ സോഫ്റ്റ്ലി, ഒന്നതാണ്. ഇറ്റ് ഷൈൻ ലൈക്ക് ഏഞ്ചൽ ലാംപ്സ് ഓഫ് ഗോൾഡൻ കോയിൻ. രണ്ടു രീതിയിലുണ്ട് കേട്ടോ. ഏഞ്ചൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ലാമ്പ് പോലെ ഷൈൻ ചെയ്യുന്നു, പിന്നെ ഗോൾഡ് കോയിൻ പോലെ അല്ലേ, പോലെ അത് തിളങ്ങുന്നു അല്ലേ, ലൈക്ക് കോയിൻസ് ഓഫ് ഷൈനിങ് ഗോൾഡ്. അപ്പൊ അതെങ്ങനെയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? ദ സ്റ്റാർസ് സ്പാർക്കിൾ സോഫ്റ്റ്ലി, ഇറ്റ് ഷൈൻ ലൈക്ക് ഏഞ്ചൽസ് ലാംപ്സ് ഓർ ഗോൾഡൻ കോയിൻ. ഇങ്ങനെയാണ് അത് എഴുതേണ്ടത്. നെക്സ്റ്റ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. റബേക്ക ആൻഡ് പീപ്പിൾ ഓഫ് ദ മസായി വില്ലേജ് വർക്ക്ഡ് ഹാർഡ് ടു പ്രൊട്ടക്ട് നേച്ചർ. മസായി വില്ലേജിലെ ആൾക്കാരും റബേക്കയും കൂടെ കൂടി എന്താണ്, നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായി ഹാർഡ് വർക്ക് ചെയ്തു അല്ലേ. ദേ പ്ലാന്റഡ് മെനി ട്രീസ്. അവർ ഒരുപാട് ട്രീസ് വച്ചു പിടിപ്പിക്കും. ത്രൂ ഹാർഡ് വർക്ക് ടേൺ ദെയർ ലാൻഡ് ഗ്രീൻ അഗെയിൻ. അവരുടെ ഹാർഡ് വർക്കിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, ലാൻഡ് ഗ്രീൻ തിരിച്ചു പിടിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു. ദ പ്രസിഡന്റ് ഓഫ് കെനിയ ഹേർഡ് അബൌട്ട് ദിസ്. പ്രസിഡന്റ് ഓഫ് കെനിയ ഇതിനെ കുറിച്ച് കേട്ടിട്ട് ഹി ഡിസൈഡ് ടു വിസിറ്റ് ദ വില്ലേജ് ടു അപ്രിഷിയേറ്റ് ദയർ എഫേർട്സ്. അവരുടെ എഫേർട്സിനെ അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലേജ് സന്ദർശിക്കാനായിട്ട് തീരുമാനിച്ചു. പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് ഓൺ ദ പ്രസിഡന്റ് വിസിറ്റ് ടു ദ വില്ലേജ്. വില്ലേജിന്റെ സന്ദർശിക്കുന്നതിനെ കുറിച്ച് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സന്ദർശനത്തിൽ. അപ്പൊ നമ്മളൊരു ഹെഡിങ് കൊടുക്കണം. ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ ആദ്യം ഒരു ഹെഡിങ് കൊടുക്കണം. എന്താണ്? പ്രസിഡന്റ്
പ്രസിഡന്റ് ഓഫ് കെനിയ വിസിറ്റ് ടു വില്ലേജ്. നമുക്ക് ഇതിനകത്ത് തന്നെ എഴുതാം അല്ലെ. പ്രസിഡന്റ് ഓഫ് കെനിയ വിസിറ്റ് ടു ദ മസായി വില്ലേജ്. അങ്ങനെ തന്നെ ഹെഡിങ് എടുക്കാം അല്ലേ. പ്രസിഡന്റ് ഓഫ് കെനിയ വാസ് വിസിറ്റ് ടു ദ വില്ലേജ് അല്ലെ. പ്രസിഡന്റ് ഓഫ് കെനിയ വിസിറ്റ് ടു ദ വില്ലേജ്. എന്നിട്ട് പിന്നെ മസായിന്ന് സ്ഥലത്തിന്റെ പേര് കൊടുക്കുക. മസായി അല്ലേ. അപ്പോൾ മസായിന്ന് സ്ഥലത്തിന്റെ പേര് കൊടുത്തിട്ട് പ്രസിഡന്റ് ഓഫ് കെനിയ ഇന്ന ദിവസം ഓൺ ഇന്ന ദിവസം എന്ത് ചെയ്തു, മസായി വില്ലേജ് വിസിറ്റ് ചെയ്തു. എന്തിൻ്റെയാണ്? റെബേക്ക ആൻഡ് പീപ്പിൾ ഓഫ് ദ മസായി വില്ലേജ് വർക്ക് ഹാർഡ് ടു പ്രൊട്ടക്ട് നേച്ചർ. They planted many trees. Through the hard work, they turned their land green again. The president of Kenya appreciate to village people and Rebecca for their efforts. ഇതിനകത്തുനിന്ന് തന്നെ എടുത്ത് എഴുതാൻ പറ്റും അല്ലേ. വിസിറ്റ് ദ വില്ലേജ് ആൻഡ് അപ്രിഷിയേറ്റ് എന്താണ് റെബേക്ക ആൻഡ് വില്ലേജ് പീപ്പിൾ അപ്രിഷിയേറ്റ് ഓഫ് ദെയർ എഫേർട്സ്. അവരുടെ എഫേർട്സിനെ അപ്രിഷിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് എടുത്ത് എഴുതാൻ പറ്റും. ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഇതിൽ എടുത്തെഴുതാനായിട്ട് പറ്റും. ഇതിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിട്ട് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സം ചിൽഡ്രൻ വിസിറ്റ് ടു ചോള ബീച്ച് വിത്ത് ദെയർ ടീച്ചർ. കുറച്ച് കുട്ടികൾ അവരുടെ ടീച്ചറിൻ്റെ ഒപ്പം എന്ത് ചെയ്തു, ചോള ബീച്ച് വിസിറ്റ് ചെയ്തു. ദ ബീച്ച് വാസ് എ ബാഡ് കണ്ടീഷൻ. ബാഡ് കണ്ടീഷൻ. ആ ബീച്ച് എന്തായിരുന്നു, നല്ല ബാഡ് കണ്ടീഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. ദർ വാസ് എ ലോട്ട് ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് ഫുഡ് വേസ്റ്റ് എവരിവെയർ. അവിടെ ഒരുപാട് ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക്സും ഉണ്ടായിരുന്നു. ദ ടീച്ചർ ആൻഡ് ദ സ്റ്റുഡൻസ് ക്ലീൻ ദ ബീച്ച് ആൻഡ് മെയ്ഡ് ഇറ്റ് ബ്യൂട്ടിഫുൾ അഗെയിൻ. ആ ടീച്ചറും കുട്ടികളും കൂടി അത് വൃത്തിയാക്കിയിട്ട് വീണ്ടും ബ്യൂട്ടിഫുൾ ആക്കി മാറ്റി. അപ്പോൾ അതിനെക്കുറിച്ച് ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ പറയുമ്പോൾ ഇതുപോലെ അല്ലേ, ക്ലീൻ ദ ബീച്ച് ക്ലീൻ ചെയ്തു അല്ലേ, ക്ലീൻ ബീച്ച്, അങ്ങനെ ബീച്ച് ക്ലീൻ ചെയ്തു. അപ്പോൾ ചോള ഇവിടെ സ്ഥലം തന്നിട്ടുണ്ടല്ലേ, ചോള ബീച്ച്. അപ്പോൾ ഇങ്ങനെ പറയാം, ഇന്ന സ്കൂളിലെ കുട്ടികൾ അല്ലെങ്കിൽ ഇന്ന സ്കൂളിലെ ചിൽഡ്രൻസും അവരുടെ ടീച്ചറും കൂടി ചോള ബീച്ച് വിസിറ്റ് ചെയ്തു. അത് ബാഡ് കണ്ടീഷൻ ആയിരുന്നു. അവിടെ ഒരുപാട് പ്ലാസ്റ്റിക്കും വേസ്റ്റും ഉണ്ടായിരുന്നു. ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ക്ലീൻ ദ ബീച്ച് ആൻഡ് മെയ്ഡ് ഇറ്റ് ബ്യൂട്ടിഫുൾ അഗെയിൻ. ദേ വിൽ ഇനി അവരെ ആരെങ്കിലും അപ്രിഷിയേറ്റ് ചെയ്തു. ഇനി ചോല പീപ്പിൾസ് വർ അപ്രിഷിയേറ്റ് ടു ദെയർ എഫേർട്ട്. അവരുടെ എഫേർട്ടിനെ അവർ മറ്റേ ചോലയിലുള്ള വില്ലേജ് പീപ്പിൾസ് അപ്രിഷിയേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ട് ഇതുപോലെ ഉണ്ടാക്കുക. ഇതിൽ തന്നെ നിങ്ങൾക്ക് എഴുതാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, മൂന്നാമത്തെ കോൺവെർസേഷൻ ആണ്. ആര്യ ബിക്കം എ ഫൈറ്റർ പൈലറ്റ്. അവൾ ഒരു ഫൈറ്റർ പൈലറ്റ് ആയിട്ട് മാറി. ഷീ വാസ് ഇൻവൈറ്റഡ് ടു എ TV ചാനൽ. അവൾ എന്ത് ചെയ്തു, ഒരു TV ചാനൽ ഇൻവൈറ്റ് ചെയ്തു. ദ റിപ്പോർട്ടർ വാണ്ട്സ് ടു നോ അബൌട്ട് ഹെർ ജേർണി ഫ്രം ഹെർ ചൈൽഡ്ഹുഡ് ഡ്രീംസ് ടു സക്സസ്. അവളുടെ ചൈൽഡ്ഹുഡ് ജേർണി തൊട്ട് അവളുടെ സക്സസ് ആയുള്ള കാര്യങ്ങളെ കുറിച്ച് വരെ റിപ്പോർട്ടർ അത് ചോദിച്ചറിയണം. അപ്പോൾ അവർ തമ്മിലുണ്ടാവുന്ന കോൺവെർസേഷൻ ആണ്. റിപ്പോർട്ടർ എന്താ ചോദിക്കുന്നത്, ഗുഡ് മോർണിംഗ് ക്യാപ്റ്റൻ ആര്യ, ഹൗ ഡു യു ഫീൽ നൗ. അപ്പോൾ ഗുഡ് മോർണിംഗ് പറയുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഹൗ ഡു യു ഫീൽ, ഇപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് ചോദിക്കുമ്പോൾ ആര്യ എന്താ പറയും, ഗുഡ് മോർണിംഗ്, ഐ എം വെരി പ്രൗഡ് എന്ന് എഴുതാം അല്ലേ. ഹൗ ഡു യു ഫീൽ, ഐ എം വെരി പ്രൗഡ്, ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയും. അപ്പോൾ റിപ്പോർട്ടർ എന്താ പറയണേ, വാട്ട് വാസ് യുവർ ചൈൽഡ്ഹുഡ് ഡ്രീം. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഡ്രീം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എന്തായിരുന്നു ആര്യ, മൈ ചൈൽഡ്ഹുഡ് ഡ്രീം മീൻസ് എന്താണ്, വാസ് എ ബിക്കം എ ഫൈറ്റർ പൈലറ്റ് അല്ലേ. എനിക്ക് ഫൈറ്റർ പൈലറ്റ് ആവണമെന്നായിരുന്നു എൻ്റെ ഡ്രീം എന്ന് പറയുന്നത്. അതിനകത്തുനിന്ന് തന്നെ മൈ ചൈൽഡ്ഹുഡ് ഡ്രീം എന്തായിരുന്നു, വാസ് ബിക്കം എ ഫൈറ്റർ പൈലറ്റ്. അപ്പോൾ റിപ്പോർട്ടർ ചോദിക്കണം, ഹു ഹെൽപ്പ് യു ബിക്കം എ സക്സസ്ഫുൾ. നിങ്ങൾ ആരാണ് സക്സസ്ഫുൾ ആവാൻ ഹെൽപ്പ് ചെയ്തെന്ന് ചോദിക്കണം. അപ്പോൾ ആരാണ്, ഫാദറാണോ മദറാണോ ബ്രദറാണോ, ആരാണ് അവരെ ഹെൽപ്പ് ചെയ്തത് അല്ലേ. ഡാഷ് ഹെൽപ്പ് യു, ഇവിടെ ഹെൽപ്പ് യു ആരാണെന്നോ നിങ്ങളുടെ പേര് മാത്രം എഴുതുക അല്ലേ. ഫാദറാണെങ്കിൽ ഫാദർ ഹെൽപ്പ് യു ബിക്കം എ ബിക്കം സക്സസ്ഫുൾ അല്ലേ, ബിക്കം സക്സസ്ഫുൾ. എന്നെ ഹെൽപ്പ് ചെയ്തത് ഇന്ന ആളാണെന്ന് എഴുതുക. പിന്നെ റിപ്പോർട്ടർ എന്തോ ചോദിച്ചിരിക്കാം, ആ ചോദ്യം എന്തായിരിക്കും, ആര് പറയുന്ന ആൻസർ നോക്കുക. മൈ അഡ്വൈസ് ടു ചിൽഡ്രൻ ഈസ് ടു ഡ്രീം ബിഗ് ആൻഡ് വർക്ക് ഹാർഡ്, ദെൻ വി ക്യാൻ അച്ചീവ് എനിത്തിങ്. എന്താണ് എനിക്ക് കുട്ടികൾക്ക് നൽകാനുള്ള അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിന് വേണ്ടിയിട്ട് നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതായിരിക്കുക, എനി അഡ്വൈസ്, കൻ യു ഗീവ് എനി അഡ്വൈസ് ഫോർ ചിൽഡ്രൻ ന്യൂ ജനറേഷൻ ചിൽഡ്രൻ അല്ലെങ്കിൽ ന്യൂ ചിൽഡ്രൻ, ഗീവ് ഫോർ ചിൽഡ്രൻ, ക്യാൻ യു ഗീവ് എനി അഡ്വൈസ് ഫോർ ചിൽഡ്രൻ. എന്തെങ്കിലും അഡ്വൈസ് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയുന്ന അഡ്വൈസ് ഇതായിരിക്കും അല്ലേ,
ഡ്രീമിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, അങ്ങനെ അച്ചീവ് ചെയ്യുക. അടുത്ത ഓർ ക്വസ്റ്റ്യനിൽ വരുന്നതും മിക്കായൽ ലോസ്റ്റ് ദ ബാസ്കറ്റ്ബോൾ മാച്ച്, ഹി വാസ് വറീഡ്. അവൻ്റെ ബാസ്കറ്റ്ബോൾ മാച്ച് അവന് നഷ്ടപ്പെട്ടു, അവൻ വറീഡായി. ഹി ഡിഡ് നോട്ട് ഈറ്റ് ഹിസ് ഡിന്നർ. അവൻ്റെ ഡിന്നറൊന്നും കഴിച്ചില്ല. മാമ നോട്ടീസ് ഇറ്റ് ആൻഡ് ഫെൽറ്റ് സാഡ്. അമ്മയ്ക്ക് അത് കണ്ടിട്ട് അമ്മ അത് നോക്കി, എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം വന്നു അല്ലേ. അപ്പോൾ ഇത് അമ്മയും കുട്ടിയും കൂടെ തമ്മിലുള്ള കോൺവെർസേഷനാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. മിക്കായലും മമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ. അപ്പം അമ്മ ചോദിക്കണം, യു ലുക്ക് സാഡ് വൈ ആർ യു നോട്ട് ഈറ്റിംഗ്, നീ എന്താ കഴിക്കാത്തെന്ന് ചോദിക്കുകയാണ്. അപ്പം നോ മമ്മ, എന്താണ് ഐ എം നോട്ട് സാഡ് എന്ന് എന്തെങ്കിലും കുട്ടി പറയാം. അപ്പം മമ്മ വാട്ട് ഹാപ്പൻ എന്ന് വീണ്ടും ചോദിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പറയാം, എന്താണ് ലോസ്റ്റ് ദ ബാസ്കറ്റ്ബോൾ മാച്ച് അല്ലേ, എനിക്ക് ബാസ്കറ്റ്ബോൾ മാച്ച് ലോസ്റ്റ് ചെയ്തു. അപ്പോൾ വാട്ട് ഹാപ്പൻ, എന്താ പറ്റിയെന്ന് ചോദിക്കുക. അപ്പോൾ അവൻ എന്താ കാരണം എന്ന് പറയും. അപ്പോൾ വറി ചെയ്യണ്ട, ഇത് അപ്പൊ എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്താ എന്തുകൊണ്ടാണ് നിനക്ക് നഷ്ടപ്പെട്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പൊ അമ്മ അവനെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശമൊക്കെ കൊടുക്കുന്ന രീതിയിൽ കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് എഡിറ്റിംഗ് ആണ്. റീഡ് എഡിറ്റ് ആൻഡ് ദ ഫോളോയിങ്. എഡിറ്റ് ദ ഫോളോയിങ്, താഴെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് എഡിറ്റ് ചെയ്യുന്നത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മിക്കായൽ ലവ് എന്നാണ് തന്നിരിക്കുന്നത്. ലൗഡെന്നോ ലവ്സെന്നോ എഴുതാം. ടു പ്ലേ ബാസ്കറ്റ്ബോൾ, മിഖായലിന് ബാസ്കറ്റ്ബോൾ കളിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു അല്ലേ. എവറി സാറ്റർഡേയുടെ സ്പെല്ലിങ് തെറ്റാണ്, സാറ്റർഡേ കറക്റ്റ് സ്പെല്ലിങ് എഴുതുക. ഹി ഫോളോഡ് ഹിസ് എൽഡർ ബ്രദേഴ്സ്, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആണ് ബ്രദേഴ്സിന് തന്നിരിക്കുന്നത്, സ്മോൾ ലെറ്റർ ആക്കി എഴുതുക. ഹി കെപ്റ്റ് ഹിസ് ബോൾ ഓണെന്ന് തന്നിരിക്കുന്നത് ബാഗിൻ്റെ ഉള്ളിൽ വെച്ചതാണ്. അപ്പം ഇൻ ഹിസ് ബാഗ് ആൻഡ് വെൻറ്റ് വിത്ത് ദം ടു ബാസ്കറ്റ്ബോൾ കോർട്ട്. ഹി ഹോപ്ഡ് ദേ വുഡ് ഹിം ലെറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. ഹിം ലെറ്റ് അല്ല, ലെറ്റ് ഹിം എന്നാണ്. ലെറ്റ് ഹിം പ്ലേ. അങ്ങനെയാണ് എഡിറ്റിങ് എഴുതേണ്ടത്. ഇവിടെ ഒരു റീഡിൽ തന്നിട്ടുണ്ട്. ആദ്യം ഏതിനെ കുറിച്ചാണ്? സൈക്കിളിനെ കുറിച്ചുള്ളതാണ്. ഐ ഹാവ് ഓൺലി 2 വീൽസ്, എനിക്ക് 2 വീൽസേ ഉള്ളൂ. നോ മാറ്റർ ഐ മൂവ് ഫാസ്റ്റ്, പക്ഷെ ഞാൻ എന്താ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. ഐ നീഡ് നോ പെട്രോൾ നോ ഡീസൽ ബട്ട് ജസ്റ്റ് യുവർ ഫീറ്റ് ടു റൈഡ്, എനിക്ക് പെട്രോളോ ഡീസലോ ഒന്നും വേണ്ട, എന്താണ് കാലുപയോഗിച്ച് ഫീറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, റൈഡ് ചെയ്യാൻ പറ്റും. ആൻസർ എന്താണ്? ബൈസിക്കിൾ. ഇതുപോലെ എയ്റോപ്ലെയിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ എങ്ങനെ എഴുതാം? ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഐ ഹാവ് വിങ്സ്, എനിക്ക് ചിറകുകളുണ്ട്. ബട്ട് ഐ ഡോണ്ട് ഫ്ലൈ ലൈക്ക് എ ബേർഡ്, പക്ഷെ എനിക്ക് പക്ഷികളെ പോലെ പറക്കാനായിട്ട് സാധിക്കില്ല. ഐ ക്യാരി മെനി പീപ്പിൾ, ഞാൻ ഒരുപാട് ആൾക്കാരെ ക്യാരി ചെയ്യും. ഐ റൺ ഓൺ എ റോഡ്, ഞാൻ എന്താണ് ഐ റൺ ഓൺ എ റോഡ് ബിഫോർ, ആദ്യം ഞാൻ എന്ത് ചെയ്യും, റോഡിൽ കൂടെ റൺ ചെയ്യും. ഐ റൈസ് ഹൈ ഇൻ ദ സ്കൈ, ഞാൻ സ്കൈയിൽ റൈസ് ചെയ്യുന്നതിന് മുമ്പിട്ട് ഞാൻ എന്ത് ചെയ്യും, റോഡിൽ കൂടെ റൺ ചെയ്യും. വാട്ട് അല്ലെങ്കിൽ ഹൂ ആമൈ, ഞാൻ ആരാണ്, ഹൂ ആമൈ, ആരാണ്, എയ്റോപ്ലെയിൻ അല്ലേ, ഹൂ ആമൈ, ഇങ്ങനെ എഴുതാം. നെക്സ്റ്റ് ഒരു പിക്ചർ സ്റ്റോറിയാണ്. ഇവിടെ ഒരു കുറച്ച് ഇവന്റ്സ് തന്നിട്ടുണ്ട്. ഇവന്റ്സ് ഓഫ് എ സ്റ്റോറി ആസ് ഗിവൺ ബിലോ, ഡെവലപ്പ് ദ സ്റ്റോറി ഇൻ ടു ദ, ഇത് സ്റ്റോറി ആയിട്ട് മനസ്സിലാക്കുക അല്ലേ. ഇവിടെ എന്താണ്, ഒരു ഉറുമ്പ് വേറൊരു ഉറുമ്പ് ഇലയുടെ അടിയിൽ പെട്ടെടുക്കുന്നതായിട്ട്, അല്ലെ ബട്ടർഫ്ലൈ ആണ് കേട്ടോ. ബട്ടർഫ്ലൈ ഇലയുടെ അടിയിൽ എന്ത് ചെയ്യുന്നു, പെട്ടെടുക്കുന്നു അല്ലേ. അപ്പോൾ ഉറുമ്പിനോട് ബട്ടർഫ്ലൈ പറയാണ് പ്ലീസ് ഹെൽപ്പ് എന്ന് പറയാണ്. അങ്ങനെ എന്താണ്, ഉറുമ്പ് ഒറ്റയ്ക്ക് അത് പൊക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, പൊങ്ങി വരുന്നില്ല, അതിന് കഴിയുന്നില്ല. അപ്പോൾ ഉറുമ്പ് എന്താണ്, ഈ ആൻറ്റിനൊക്കെ പേര് കൊടുക്കുക, ഇക്കു ആൻറ്റ് അല്ലേ. പിന്നെ ഇവിടെ ഇതിന് ബട്ടർഫ്ലൈക്കും വേറെ എന്തെങ്കിലും പേര് കൊടുക്കുക. അതിന് പൊക്കാൻ കഴിയുന്നില്ല. പിന്നെ അതിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് വന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഇലയൊക്കെ പൊക്ക്, ബട്ടർഫ്ലൈ അതിനകത്തുനിന്ന് രക്ഷപ്പെടും. ബട്ടർഫ്ലൈ താങ്ക് യു പറയും അല്ലേ. അപ്പോൾ ഒരുമിച്ച് എന്നാൽ എന്തും ചെയ്യാമെന്നാണ് ഈ സ്റ്റോറി പറയുന്നത്. ഈ സ്റ്റോറി നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ നിങ്ങളുടെ ലാംഗ്വേജിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് പറയുന്നത്. ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.